ഹലോ, വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് പഴം നിറച്ചത് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ വായോ. ആദ്യം നമുക്ക് ഏത്തപ്പഴത്തിനുള്ളിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും കപ്പലണ്ടിയും കൂടെ ഒന്ന് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഏത്തപ്പഴം എടുക്കാം. ഏത്തപ്പഴത്തിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഈ ഏത്തപ്പഴം ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് കവർ ചെയ്യാനുള്ളൊരു ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് ഒരു ബോളിലേക്ക് നമ്മൾ 2 സ്പൂൺ മൈദയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടൊന്ന് നമുക്ക് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ, നല്ല തിക്കായിട്ട് അവിടെ തന്നെ ഇരിക്കണം. ഇനി നമ്മുടെ ഏത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു രീതിയിൽ കട്ടാക്കിയെടുക്കണം. ഉള്ളിലേക്ക് കുറച്ച് ഇറക്കി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം അങ്ങ് എടുത്ത് മാറ്റുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഓപ്പണിങ് കിട്ടുവേ. എന്നിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാമെങ്കിൽ നല്ലൊരു ഓപ്പണിങ് കിട്ടും. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്വീറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല ഫില്ലാക്കി കൊടുക്കണവേ. നന്നായിട്ട് അമർത്തി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദ വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് നമ്മളങ്ങ് കവർ ചെയ്യുക. നന്നായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കടായി വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയിൽ നമ്മൾ മുക്കി പൊരിച്ചെടുക്കുമല്ല, കുറച്ച് ഓയിൽ മതി. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം. അത്രയും മാത്രം മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കത്തില്ലേ, മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ മാവിൽ മുക്കിയെടുത്ത് അങ്ങനെ വേണമെങ്കിലും ഇത് റെഡിയാക്കാം കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു പാർട്ട് മാത്രമേ നമ്മളിതുപോലെ ഒന്ന് ഇതാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ബനാനയൊക്കെ നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ കവർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മൈദ വെച്ചിട്ടുള്ള അത് നമ്മളങ്ങ് ഇളക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ്സ് അങ്ങനെ തന്നെ ഉണ്ട് കണ്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ.